ചായയോ അതോ കാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. സാറിന് വിത്തൗട്ടാ വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂട് കാലത്ത് വിത്തൗട്ടാണ് സാർ നല്ലല്ലേ അല്ലേ സാറേ? സിനിമ സീരിയൽ അഭിനയത്തിന്റെ തിരക്കിനിടയിലും കുടുംബത്തിനൊപ്പം ചേർത്ത് നടന്നിരുന്ന നടനായിരുന്നു ദിലീപ് ശങ്കർ. അതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് തന്നെയാണ്. കുടുംബത്തിനൊപ്പം നടത്തിയ യാത്രകളുടെ അനവധി ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം കുടുംബത്തിനൊപ്പം യാത്രകൾ നടത്തുകയും ആ ചിത്രങ്ങൾ മുടങ്ങാതെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയാലുടൻ ഒരു യാത്ര പോകാമെന്നും കുടുംബത്തിന് വാക്കുകൊടുത്താണ് അദ്ദേഹം പോയത്. ആ യാത്ര പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനിടയിലാണ് മരണം അദ്ദേഹത്തെ കവർന്നെടുത്തത്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ വേർപാട് ആ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ്. ഭാര്യയോടും മക്കളോടും കൂട്ടുകാരനെന്ന പോലെയാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക. താരകുടുംബമായ ഷാജു ശ്രീ ചന്ദനയുടെയും അടുത്ത കുടുംബ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു ദിലീപ് ശങ്കറും സുമയും. എന്നാൽ അടുത്ത കാലത്തായി അദ്ദേഹം പങ്കുവെക്കുന്നതിൽ അധികവും മക്കൾക്കൊപ്പമുള്ള റീൽസുകൾ ആണെന്നതും മറ്റൊരു പ്രത്യേകതയായിരുന്നു. അച്ഛന്റെ പാത പിന്തുടർന്ന് മോഡലിംഗ് അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിച്ച മകൾ ദേവാ ദിലീപിന്റെ സ്ഥിരം റീൽസ് പങ്കാളി കൂടിയായിരുന്നു അച്ഛൻ. ദിലീപ് മകൾ ദേവയ്ക്കും മകൻ ധ്രുവയ്ക്കും അച്ഛൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം നല്ലൊരു കൂട്ടുകാരൻ കൂടിയായിരുന്നു. മക്കൾക്കു മാത്രമല്ല, ഭാര്യ സുമയ്ക്കും പ്രാണനോളം സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മക്കളോടും കുടുംബത്തോടുമുള്ള സ്നേഹവും അടുപ്പവുമെല്ലാം എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചിത്രങ്ങളായി പങ്കുവെക്കുകയും ചെയ്ത ദിലീപ് തന്നെയായിരുന്നു ആ കുടുംബത്തിന്റെ നട്ടെല്ല്. അച്ഛന്റെ കലാ അഭിരുചിക്കും അത്രയേറെ പിന്തുണ നൽകിയവരായിരുന്നു ആ കുടുംബം. ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള ആഘോഷ നിമിഷങ്ങളിൽ പകർത്തിയ ഒട്ടേറെ ചിത്രങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുകയും ചെയ്യുന്നത്. വീട്ടിൽ മാത്രമല്ല, ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയാലും അദ്ദേഹം അവിടെയുള്ള സഹപ്രവർത്തകർക്കൊപ്പം പ്രായഭേദമന്യേ തന്നെ ഷൂട്ടിങ്ങും റീൽസുകളും എല്ലാം ആസ്വദിച്ച് ചെയ്തിരുന്നു. സീനിയർ ആക്ടറാണെന്ന് യാതൊരു തലക്കനവുമില്ലാതെ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന താരത്തെ കൂടിയാണ് സുഹൃത്തുക്കൾക്ക് നഷ്ടമായത്. 2 വർഷം മുന്നെയാണ് നടന് കരൾ രോഗം ബാധിക്കുന്നത്. അപ്പോൾ തന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിനു വേണ്ടി ദുശീലങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയായിരുന്നു. മദ്യപാനമടക്കം ഉപേക്ഷിച്ച് വെജിറ്റേറിയനായി മാറുകയും ചെയ്തു. മാത്രമല്ല, മകളും മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിന് സീരിയൽ അഭിനയം മാത്രം മതിയാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഫുഡ് ബിസിനസ് തുടങ്ങിയത്. അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ. മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും നടത്തിയിരുന്നു. പ്രളയകാലത്തടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം ചപ്പാത്തി വിതരണവുമെല്ലാം നടത്തിയിരുന്നു. മാജിക് ഫുഡ്സ് എന്ന പേരിൽ ചപ്പാത്തിക്ക് പുറമെ പല ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വൻ വിജയമായി മാറുകയും ചെയ്തു. സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു തന്റെ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷൻ അദ്ദേഹം നടത്തിയത്. എന്നാൽ ഇടയ്ക്ക് എപ്പോഴും മരുന്നും ഭക്ഷണവുമെല്ലാം കാലം തെറ്റിയതോടെ ആരോഗ്യാവസ്ഥയും മോശമായി. സ്ഥിരമായി സുഹൃത്തുക്കളെ വിളിച്ചിരുന്ന അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി സുഹൃത്തുക്കളുമായുള്ള കോണ്ടാക്റ്റുകളും നഷ്ടപ്പെടുത്തിയ അവസ്ഥയായിരുന്നു. സുഗമമായ ജോലിക്കും യാത്രകൾക്കുമെല്ലാം രോഗാവസ്ഥ തടസ്സമായി വന്നു തുടങ്ങിയതോടെ മാനസികമായി അദ്ദേഹം ഏറെ തളർന്നിരുന്നു. ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിരുന്നത് ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരോടായിരുന്നു. മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് ചികിത്സയും മുടങ്ങുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാവുന്ന സഹപ്രവർത്തകർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. മരണമറിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയവർ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു. മദ്യം ഒരു തുള്ളി പോലും കുടിക്കാൻ പാടില്ലാത്ത അദ്ദേഹത്തിന്റെ മുറിയിൽ കണ്ടത് 2 ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കരൾ രോഗത്തിനുള്ള മരുന്നുകളുമായിരുന്നു.